ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സേ ഫ്രം എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 2007 ജാനുവരി 9 ആയിരുന്നു സ്റ്റീവ് ജോബ്സ് ലോകത്തിനെയും ടെക്നോളജി ഫീൽഡിനെയും മാറ്റിമറിക്കുന്ന ആ ഒരു പീസ് ഓഫ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ്സ് കോൾഡ് ഐഫോൺ. ആ ഒരു ചെറിയ ഫോണിന്റെ പിറവി ഈ പറഞ്ഞ ജാനുവരി 9 ആയിരുന്നു വന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു സ്റ്റീവ് ജോബ്സ്. ആ ഒരു വ്യക്തി ഇന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജിയും അതേപോലെ തന്നെ ഐഫോൺ എന്ന് പറയുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ചും ലെജൻഡറി ചേഞ്ചും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. iOS 18.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ iPadOS 18.2.1 എന്ന അപ്ഡേഷനും റിലീസ് ചെയ്യുന്നുണ്ട്. iOS 18.2.1 അപ്ഡേറ്റിന് ശേഷം കുറേയധികം ബഗ്ഗുകളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പുതിയ ബീറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS 18.3ന്റെ പുതിയ ബീറ്റയും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ബീറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് iOS മാത്രമല്ല വാച്ചിനും മാക്കിനും TV അങ്ങനെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് iOS 18.3ൽ മിക്കവാറും ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. iOSന്റെ കീനോട്ടിലൊന്നും ആപ്പിൾ പറയാതെ മറച്ചു വെച്ച ആ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ഇൻവൈറ്റീസ് എന്ന് പറയുന്നത്. NIVITES. ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കുറേയധികം ബിസി സ്കെഡ്യൂൾസും അതേപോലെ നമുക്ക് കുറേയധികം ഇവൻറ്റുകൾ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറയുന്ന കലണ്ടർ ആപ്പും റിമൈൻഡർ ആപ്പും കുറച്ചുകൂടെ സിങ്ക് ആയപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റും അതേപോലെ നമുക്ക് സ്കെഡ്യൂളിങ്ങും ഈസി ആയിട്ടുണ്ട്. നമ്മുടെ 2025 എങ്ങനെ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടെങ്കിൽ എന്തായാലും കാണുക, നല്ല യൂസ്ഫുൾ ആണ് ആ വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ iOS 8ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ അമേരിക്കയിൽ ലോസ് ഏഞ്ചലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല വൈൽഡ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം നാശനഷ്ടങ്ങളും കുറേയധികം ലോസുകളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ അതിലൊരു വലിയ എമൗണ്ട് ഡൊണേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു കാര്യം മാത്രമല്ല ഹൈലൈറ്റ് ആവുന്നത്. അമേരിക്കയിലുള്ള എസ്പെഷ്യലി ഇപ്പം ലോസ് ഏഞ്ചലസിലുള്ള കൂട്ടുകാർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ്റെ ഒരു ഇവാക്വേഷൻ്റെ മെസ്സേജ്, അലേർട്ട് മെസ്സേജ് ഐഫോണിലൊക്കെ വരുന്നുണ്ട്. ഐഫോൺ മാത്രമല്ല ആൻഡ്രോയിഡിലും വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ ലോസ് ഏഞ്ചലസിലുള്ള കൂട്ടുകാർക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിൾ കാർഡ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ പേയ്മെൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡാണ് ആപ്പിൾ കാർഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ ക്രെഡിറ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, കടത്തിന് ഇപ്പം എന്തെങ്കിലും കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വൈൽഡ് ഫയർ നടക്കുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് തരുന്നുണ്ട് ആ ഒരു പേയ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ. ഇപ്പം നമുക്ക് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 1 കാശ് അടക്കണം എന്നുള്ള ഒരു ടേം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സമയം കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്യാൻ ആപ്പിൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്. സോ അമേരിക്കയിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ കൊടുക്കുക. കാരണം ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് എന്തായാലും വൈറ്റലായ ഒരു സോഴ്സ് തന്നെയായിരിക്കും. അതോടൊപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2019 എന്തോ ആപ്പിളിന് ഒന്ന് ലോസ് ഇട്ടുണ്ട്. സിറിയുടെ ഒരു വലിയൊരു ഇഷ്യൂ, $95 മില്യൺ അതിനവർ പറഞ്ഞത്, ആപ്പിൾ പറഞ്ഞത് കൊടുക്കാമെന്ന്. പക്ഷേ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ആപ്പിൾ അവരുടെ ഒഫീഷ്യലായിട്ട് ഒരു എന്താ പറയുക ഒരു ലെറ്റർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ് റിലീസ് ആപ്പിൾ ചെയ്തിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് നോട്ട് ആപ്പിൾ അതിന് വന്നിട്ടുണ്ട്. സോ സിറി എന്ന് പറയുന്ന ആ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് സിസ്റ്റം നമ്മുടെ ഡാറ്റ ബ്രീച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ പറയുന്ന പ്രൈവറ്റ് കോൺവെർസേഷൻ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല.
ഈ പറഞ്ഞ സിറിയും ഐഫോണും ബാക്കി എല്ലാ ആപ്പിൾ പ്രോഡക്ട്സുകളും നിങ്ങൾക്ക് പ്രൈവസിന് അത്രമാത്രം മുൻഗണന തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിൾ ഒരു നോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു നോട്ടിൻ്റെ ഫുൾ ഫ്ലെജ് കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്പിളിലെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ പറ്റും. സോ ഇത് 2019 തുടങ്ങിയൊരു പ്രശ്നമാണ്. ഈ ഒരു ഫെബ്രുവരിക്ക് അവസാനമാകുമ്പോഴത്തേക്കും മിക്കവാറും ആ ഒരു പ്രശ്നത്തിന് ഒരു അന്ത്യമുണ്ടാകുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. സോ ഇന്നത്തെ ഈ ആപ്പിൾ ന്യൂസ് ടേപ്പിൽ നിങ്ങൾ കൂടുതൽ പുതിയ അപ്ഡേറ്റ്സുകളും അതേപോലെ ന്യൂസുകളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. വർത്ത് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ദിസ് ഇസ് യുവർ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.